ബാർ സോപ്പ് 2. വേറെ എന്ത് വേണം? മല്ലിപ്പൊടി 1 പാക്കറ്റ്. മല്ലിപ്പൊടി 1 പാക്കറ്റ്. വേറെ? ഇത്രയും മതി. മതിയോ? പിന്നെ പാർക്കുട്ടി, നീ പോയി ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. വലിക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. പോയിട്ട് വാ. കൊച്ചമ്മൻ സാറും ആഫീസിൽ പോയ പാർക്കുട്ടി? ടിവിയിൽ ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാറ് പോയില്ല. ക്രിക്കറ്റ് കളി കാണാൻ തന്നെ സാർ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കുന്നത്. ദേ വേണ്ടാത്തൊന്നും പറയരുതേ. ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി? അപ്പോഴേക്കും പിണങ്ങിയോ? സഞ്ചി എടുത്തേ. സോപ്പ്. ഇത് ഇതെന്താ? പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും. അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല. നേരെ ഒരുപാടായി, ഞാൻ പോണു. അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലതും വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട. ഈ ഷംസ് വീട്ടിൽ കൊണ്ട് തരാം. മതിയല്ലോ. അയ്യോ ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന മുട്ടായി ആലോകത്തിൽ കേടല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം. അത് രേവതി അങ്ങോട്ടെങ്ങാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ? ചേട്ടാ സിഗരറ്റ് കൊണ്ടുപോടാ. എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളേ, ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. ചേച്ചി എനിക്ക് മാത്രമേ ഈ പേസ്റ്റിന്റെ ഒരെണ്ണം തരൂല. ഇനി ചേച്ചിയുടെ കളിക്കാൻ ഞാൻ കൂടില്ല. ചീത്ത ചേച്ചി നീ കൂടണ്ട. പൊടി. ഒന്നുമല്ല രേവ ചേച്ചി നല്ല ചേച്ചി, എനിക്കറിയാലോ. നാണു നിനക്ക് വേണോ? വേണം. നാളെ തരാവേ. കുട്ടനും അമ്മൂനും നാളെ തരാട്ടാ. ചേച്ചിക്ക് സിന്ദാബാദ് വിളിക്കാൻ ഞങ്ങളോട് കൂടട്ടെ? എന്താ മോനെ, ചേച്ചിക്ക് സിന്ദാബാദ് വിളിച്ച എന്തോ തരും എന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി. പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനുള്ളൂ. എന്താ ഇവിടെ? എന്താടാ കാര്യം? അയ്യോ ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കായിരുന്നു. പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല, ഇനി മുകളിലോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെശക. അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. ചെല്. ചുമ്മാ ചൂടാ സാറേ, ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു. അപ്പൊ ഈ പെണ്ണും പട്ടാളോ കൂടെ ഒന്ന് ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ? അല്ലേ? അതെ, കറക്റ്റ്. വാ കേറ്. ഇത് എന്തിനാ സൂക്കേട്? ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. ഓ ആ പീസും പോയോ? പോയോ? എല്ലാം പോയി. മോനെ ഒന്നിങ്ങ വന്നേ. വാലിശാലം കുറയ്ക്കണം. ഓ നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി. മതി നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അപ്പൊ ഒന്ന് ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ. ഇതപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. നോക്ക്. എന്റെ പൊന്നക്ബർക്ക ഒട്ടും സമയമില്ല. ദേ ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ, ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് റൗണ്ട് കളിക്കാം. വാ. അയ്യോ, ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കലും അടിച്ചു തരലൊന്നും ഇല്ലേ?
ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക്, നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത്. ആ അയ്യോ അക്ബർക്ക്, എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ 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 ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്ന് കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എവിടെ നിന്ന് കേൾക്കാൻ? അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോഡി. ആ എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാൾ വരടാ, നോക്ക്. ആ ശരി ശരി, ഇപ്പോഴൊന്നും മരിക്കൂല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുമെന്ന്. അല്ല അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. ആ എത്രയായി? 5 റുപ്യ. 5 റുപ്യോ? മീറ്റർ ഇട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ആ ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ആ മേനെ ലൈഫ് ഈസ് പ്ലാൻ എൻജോയ്. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. അവനും പോയ. ആ ഇനി വേറെ ആരെയും വരുമോ നോക്കുക. ആ ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. മതി മതി, ഇപ്പൊ തന്നെ 2 റൗണ്ടായി. അയ്യോ, ഒരു റൗണ്ട് പോയിട്ട് വരാവേ. പറ്റത്തില്ല. അയ്യോ നീ ഇറങ്ങി, അയ്യോ, ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. വേണ്ട, ഇറങ്ങൂല, ഇറങ്ങ്. ഇറങ്ങൂല. പോലെ വളർന്നിട്ട് പെണ്ണ് തമാശ കളി കൂടുക. വള്ളിച്ചോറിൽ വെനച്ച് 2 അടി തരിക വേണ്ടത്. ഇറങ്ങി ഇറങ്ങൂല. ഇറങ്ങി ഇറങ്ങി ദുഷ്ടൻ, ജന്തു. കയറിപ്പോ. ഇത് ആളാവല്ലേ? പൊടി. ആ ഇക്ക് മോശം. മാറിക്ക് ദേവിമേ. ചെല്ലേ. ദേവയ്യമ്മ രേവതിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല. ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞ് പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ. കബീഷേ, മിണ്ടല്ലേ മിണ്ടല്ലേ. പേടിച്ച്. ഓ പേടിച്ചു പോയി. പുതിയ കുറെ കാസറ്റുകളാ. ഡൊണാൾഡ് ഡക്ക്, ആ. മിക്കി മൗസ്, ടോം ആൻഡ് ജെറി. ഓക്കെ, ഗുഡ് ബോയ്. ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരുമായിട്ട് അടിപിടി കൂടെയായിരുന്നു. ഞാനാ പിടിച്ചിവിടെ കൊണ്ടാക്കിയത്. ചില സമയത്ത് അവൾ അങ്ങനെ. ഓ അതൊക്കെ നേരെയാവും. ബാലൻ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. ആ അവൾ ഇപ്പോഴൊരു കൊച്ചു കുട്ടിയെ പോലല്ലേ അമ്മേ? പ്രായമായ ഒരു പെങ്കൊച്ച. വെറുതെ ആൾക്കാർക്ക് അതും ഇതും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം. ആരും ഒന്നും പറയില്ല. അമ്മ പോയി കാപ്പി എടുത്തേ. ബോംബെന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പവിത്രന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് അവളുടെ കുറ്റമല്ലല്ലോ, പവിത്രന് ഒഴിവില്ലാഞ്ഞിട്ടല്ലേ. ആ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സുമിത്ര ചേച്ചി 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പോൾ ഇവിടെ എത്താറില്ലേ? അവൾക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വരാൻ അധികം ദിവസം വേണ്ട. അതുപോലെ അല്ലല്ലോ സുഭദ്ര. അതെ അതെ, എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അതെ, നിനക്കെന്താ അവളോട് ഇത്ര കണ്ണുകടി? അയ്യോ ഒരു കണ്ണുകടി ഇല്ലേ.
അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ. എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടേരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടേരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നത്? യോ ദേ വരുന്നത്. എടോ രാജശേഖര, എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? ആരാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, അയ്യോ ഗേറ്റ് പാരാവുന്ന ലക്ഷണം. ആര് കൂട്ടിയിട്ടത്? അയ്യോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു. ഓ ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്ന് അങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. ഏയ്, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവക്ക്. രേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടിയല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖര, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ എന്റെ കർത്താവേ.